മാളെ ഞാൻ വളമ്പി കൊടുത്തിട്ട് അപ്പൊ വീഡിയോ ഓഫാക്കി ഞാൻ വളമ്പിക്കൊണ്ടേ ഞാനാ വളമ്പിനെ ക്രെഡിറ്റ് എടുക്കണ്ടായിരുന്നു. ഇല്ല വെറുതെ പറയണ അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല നല്ല കറുമുറിച്ച് നമ്മൾ ഇതൊക്കെ തിന്നുമ്പോ ചിപ്സ് ഒക്കെ തിന്നുമ്പോലെ ടേസ്റ്റോ. അപ്പൊ ഞാൻ ചോറ് വിളമ്പാൻ പോണു. ഞാനാണ് വിളമ്പല്. എന്താ വെച്ചാല് ഹലോ ഗൈസ്, അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാ മക്കളെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ വീഡിയോ കാണുമ്പോൾ വിചാരിച്ചും മറ്റുള്ളവരൊക്കെ ഇവിടെ പോയി, മോൾ ഇവിടെ പോയി. ഇന്ന് ഇവിടെ ഉണ്ട്, ഞാനും പൊന്നും കൂടി ഇങ്ങനെ ഇവിടെ ഇരിക്കണല്ലേ. അപ്പൊ എന്താ സംഭവം എന്നറിയോ? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് ഒരു ഡിഫറെന്റ് വീഡിയോ തന്നെയാണ്. ഇന്ന് മാളോടെ അടുക്കളയിലാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് സഹോദരിമാർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരൊക്കെ നല്ല കയ്യിലെടുക്കാൻ പറ്റും. ഇല്ല പൊന്നോ? അമ്മായിമ്മമാരെയും ഭർത്താക്കന്മാരെയൊക്കെ നല്ല കയ്യിലെടുത്ത് സോപ്പിടേണ്ട ആവശ്യമില്ല. ഇതിന്മേ തന്നെ എല്ലാ ഭർത്താക്കന്മാരും അമ്മായിമ്മമാരൊക്കെ ഇതില് കയ്യിലെടുക്കാം. അവ എന്താണ് വിഷയം എന്ന് പറഞ്ഞ് നിങ്ങളെ ചടപ്പിക്കണില്ല. നേരെ നമുക്ക് കണ്ട് വീഡിയോയിലേക്ക് പോവാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പോവാം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാല് ഇത് നിങ്ങൾ ചെയ്യണതാവാം, ചെയ്യണവർക്ക് വലിയ വിഷയമല്ല. ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്, ഇന്റർവ്യൂവിൽ ഒരുപാട് പേരുണ്ട്. എന്നോട് ചോദിക്കും, എന്നോട് എന്റെ എന്താ പറയാ ബാക്കിയുള്ളവരൊക്കെ ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന്. ഇവിടെ നിന്ന് തിന്നു പോയവരൊക്കെ ട്ടാ. അപ്പോൾ വെറുതെ ഇരുന്ന് നമ്മള് കഴിച്ചു പോകും അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കണത്. പിന്നെ ഇന്നലെ ഞങ്ങൾ ലൈവിലൊന്നും വരാത്തത് ഈ ആൾക്ക് പനിയായിരുന്നു, ലൈവ് ഒന്നും ഇടാൻ പറ്റിയില്ല. ഇന്നലെ ഫുള്ള് പനി, ഇപ്പൊ ഒന്നും പനി തന്നെയാണ്, സുഖമൊന്നുമില്ല. ഉണ്ടാവും. പക്ഷെ നിങ്ങളാണ് തീരുമാനിക്കുക. അതല്ല, പിന്നെ വെച്ചാല് നമ്മളെല്ലാരും ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോ അതൊരു വേറെ രസമാണല്ലോ അല്ലേ? ഞാനൂട്ടാ. അപ്പോൾ നമ്മളെ നെത്തോലി ബത്തളില്ലേ, ബത്തള് ഫ്രൈ ചെയ്യണതാണ് ഉണ്ടാക്കണത് കേട്ടാ. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കോണ്ടി, നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഒരു ദിവസം ഉണ്ടാക്കി നോക്കോണ്ടി. മസാല ഇതൊരു ഡിഫറെന്റ് മസാല എങ്ങനെയാ നോക്കി കാണിച്ചു തരാം. ഇത് സംഭവം എന്താന്ന് വെച്ചാല് ഇന്നലെ ഞങ്ങള് വീഡിയോ എടുത്തിക്കണേ. ഇന്നലെ വീഡിയോ എടുത്തപ്പോള് ഫസ്റ്റത്തെ ഭാഗമൊക്കെ എന്തേ സംഭവിച്ച് മെമ്മറി ഡിലീറ്റ് ചെയ്തപ്പോ ആ വീഡിയോസ് മുഴുവൻ പോയി. അപ്പൊ അതിന്റെ പകുതി ഭാഗം എടുത്ത് വെച്ചില്ലേ. അപ്പൊ ഇത് ഇന്നാണ്ട് പൊരിച്ചു കണങ്ങൾക്ക് കാണിച്ചതിന്റെ ബാക്കി ഇതിൽ കൂടെ ചെയ്യാം. രണ്ടും കൂടി മിക്സ് ആക്കിയതാണ് കേട്ടാ. അപ്പൊ ഇന്നത്തെ വേറെ മാക്സി, മറ്റേത് വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതിപ്പോ എന്താ ഇങ്ങനെയെന്ന്. അപ്പൊ ഇന്നലെ അടുത്ത വീഡിയോന്റെ ബാക്കിയാണ് സംഭവം. അതിന്റെ ആ വീഡിയോന്റെ ഫസ്റ്റത്തെ ഭാഗം എന്റെ അടുത്ത് ഡിലീറ്റ് ആയി പോയി. അപ്പൊ ഫസ്റ്റത്തെ ഭാഗം എത്ര പടം ഉണ്ടല്ലോ, ഇന്ന് ഉണ്ടാക്കാനുള്ളതല്ല, ഇന്നലെ ഉണ്ടാക്കിയതാണ് സംഭവം. അതില് ആ പൊരിക്കണമൊക്കെ കാണിക്കണത്. അപ്പൊ വീഡിയോ കണ്ടോക്കി. അപ്പൊ സംഭവം എന്താട്ടാ, ഇത് കുറച്ചുള്ളൂ, കുറച്ച് മസാല ഇട്ടത് അവിടെ ഉണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് കാണിച്ച രാജാച്ചിയുടെ ബാക്കിയുള്ളതും കൂടി ഞാൻ മസാല ഇട്ടാണ്. ഇന്നലെ വീഡിയോകളൊക്കെ ബത്തലുണ്ടാക്കിയ എന്നും ബാക്കിയാവല്ലേ അല്ലേ? ബാക്കി പറഞ്ഞ് ആ ഒരു ചോറ്റുകൂട്ടും രണ്ടാമത്തെ ഇരട്ടികൾ കൂട്ടൂല. നമ്മളത് വറ്റിച്ചിക്കാണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, വെള്ളം വലിച്ചിക്കാണോ അതിനൊക്കെ പച്ച പൊരിക്കാനോ. പക്ഷെ ഈ രീതിയിൽ നിങ്ങളൊന്ന് പൊരിച്ചു നോക്കിയാൽ നിങ്ങൾ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ. പിന്നെ എനിക്ക് നിർബന്ധമായിട്ടും വേണ്ട സാധനം ഈ സാധനം കേട്ടാ. സ്പൂൺ ചേർത്താണ് കൈമാവും. കോൺഫ്ലവർ നിർബന്ധമാണ്. കുഴപ്പം ഇല്ല, ഉണ്ട്. കുഴപ്പം തന്നെയാണ്, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇതിക്ക് അത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പം അത്ര മതി. കുറച്ച് കോൺഫ്ലവർ ഇട്ട് പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇട്ട്, വലിയ ജീരകട്ടാ, പിന്നെ ഇതാ മുളക് പൊടി, ലേശം മുളക്, കുറച്ച് മീനുള്ളത് കുറച്ച് മതി. ക്വാണ്ടിറ്റി അനുസരിച്ച് ഇട്ടാൽ മതി. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ടുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വിനാഗിരി, ഒരു ലേശം ആവശ്യത്തിന്. നിങ്ങൾ എത്ര ഒഴിക്കണം അത്ര കേട്ടോ, ഓരോരുത്തർക്ക് ഓരോ അളവ് ഉണ്ടാവില്ല. പിന്നെ കരിവേപ്പിൻ്റെ നമ്മളെ പൊന്നൊന്നും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് തിന്നും, വെറുതെ കൊണ്ട്. ഇതാ ഈ ആള് പൊരിച്ച് അങ്ങനെ തിന്നു കഴിച്ചു. പിന്നെ കരിവേപ്പിൻ്റെ ഒക്കെ പെറുക്കിടൂലേ, ഇത് കരിവേപ്പിൻ്റെ ഒന്നും പെറുക്കിടും. ഇതൊക്കെ എന്നാൽ പിച്ചിട്ടാല് ആ കരിവേപ്പിൻ്റെ കൈക്കൂടി പോവും. അപ്പൊ ഇന്ന് അതിന്റെ ടേസ്റ്റിക്ക് ചോയ വരാനും നല്ലതാണ് കരിവേപ്പിൻ്റെ ഒന്നിങ്ങനെ പിരിച്ചിട്ടിടുക അല്ലേ? ഓക്കെ.
ഓക്കെ, അപ്പൊ അതുമായി. പിന്നെ എന്താ ഞിപ്പ് മഞ്ഞപ്പൊടി ഇട്ടില്ലേ? മഞ്ഞളിട്ട്, മഞ്ഞള്, മുളകപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്, സുർക്ക, കരിവേപ്പില, പാത്തിന് ഉപ്പ്, ഇത്രേ ഉള്ളൂ. വെളുത്തുള്ളി. ആ വെളുത്തുള്ളി ഉണ്ട്, മറന്നിക്കണ്. പിന്നെ ഒരു വെളുത്തുള്ളി ഇത് ഇങ്ങനെ ചതച്ചിക്കാണ് ഇത് ഇട്ട് കൊടുക്കുക. അതെ, വെളുത്തുള്ളി ചാച്ചിലിട്ടാന്നല്ലേ അപ്പോഴും അല്ലേ? ഒന്നൊരു കുത്തിയാൽ മതി. അതെ. അപ്പോൾ മസാല ഏകദേശം ഇത്തിരി കൂടി വെള്ളം ഒഴിക്കും. ഒന്ന് മസാല ഒന്നിന് പെനയണം കേട്ടോ. കളർ ചേർക്കണേ, കളറും ചേർത്താന്ന് കളർ കാണാൻ നല്ല ചുറുക്കായിട്ട് വരൂലേ? ഹോട്ടലിലൊക്കെ കളർ ചേർത്തിക്കാണ്ടേന്നല്ലോ. അതെ, അവര് ഒന്നും കൂടി കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് കളർ ചേർക്കും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല. റെഡി. ഉപ്പൊക്കെ പാകായില്ലേ? പിന്നെ ഏതാണ് മസാല ഇട്ട് പൊരിച്ചാലേ പൊളിയാവും മക്കളെ. വേറെ ഒരു കൂട്ടാനും വേണ്ടെന്നറിയും. കുറച്ചും കൂടി മുളമ്പൊടിയാണോ? ലേശം കൂടി മുളമ്പൊടി ഇട്ട് കളറിന് മതി. കാശ്മീരി നിങ്ങൾക്ക് ഏത് പൊടിയുള്ള ഇട്ടോളിട്ട് ഏതായാലും കുഴപ്പമില്ല. നമ്മളടുത്ത് കാശ്മീരി മുളക് നന്നായിട്ട് അതൊക്കെ കാണാൻ ചൊറുക്കണല്ലേ. കുഴച്ചിട്ട് ഒരു പരുവത്തിലാക്കി വെക്കുക. ഇനി ഇതാണ്ട് പൊരിക്കുക. അതെ, പൊരിച്ചിട്ട് വെക്കുമ്പോ തന്നെ തിന്നൽ തുടങ്ങുമ്പോഴേ. പൊരിച്ചിടുമ്പോ തന്നെ ചോറ് തിന്നുമ്പോ തന്നെ അതിന് മുമ്പേ സാധനം കാലിലേക്ക് കൊടുക്കും കേട്ടോ. അപ്പൊ നമ്മളിനി പൊരിക്കുക, ബാക്കി കാണിച്ചു തരാം. അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാല്, അപ്പൊ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോ ഇങ്ങനത്തെ ഒരു ടിഷ്യൂ ഇവരെ ഇവിടെ ഇങ്ങനെ അറിഞ്ഞ് ഇവർക്ക് എങ്ങനെയാണ് ഇത് അറിയാമൊക്കെ അല്ലേ? സംഭവം എന്താ അറിയോ പൊന്നൂനെ. അപ്പോ ഇത് സത്യത്തിൽ എങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാല്, ഞങ്ങള് പൊന്നൂനെ വയറ്റിലുള്ളന്ന് മലപ്പുറം ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് ഓരോ മാസം പോകും. ഗവൺമെന്റ്. അപ്പോൾ ഞാൻ പൊതുവേ എനിക്ക് വീട്ടിൽ നിന്ന് നമുക്ക് വയറ്റിലുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് വീട്ടിലത്തെ ഭക്ഷണം ഇഷ്ടമല്ലല്ലോ. ഞാൻ ഒരു 11 മണി ഒക്കെയാണ് ഇവിടുന്ന് പോക്കില്ലേ, ഭക്ഷണം കഴിക്കാതെ തന്നെ പോക്ക്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കണ്ടറിഞ്ഞ് പോണതാണ്. അപ്പോ 12:30 3 മണിക്ക് ഇങ്ങനെ പരിശോധന. 3 മണിക്കാണ് ശരിക്ക് ഈ വഴിച്ചെലവ് എന്ന് പറഞ്ഞാൽ ചെലവൊക്കെ കൂട്ടിയാല് അവിടുന്ന് ഉച്ചക്കത്തെ ഫുഡും വൈകുന്നേരം വരുമ്പോഴുള്ള പൊരിക്കടിയും ഇതൊക്കെ കൂടി കൂട്ടിയാല് അതിനാണ് നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണാണ്. വൈകുന്നേരം ചായക്കെ കഴിഞ്ഞിട്ട് പോരും ഉച്ചക്കത്തെ ചോറും. അത് മാസത്തിൽ ഒരിക്കലല്ലേ പറഞ്ഞിട്ട്. അപ്പൊ സംഭവം എന്താ അറിയോ, അന്ന് ഞാൻ മലപ്പുറം ഒരു ഹോട്ടല്, ഒരു കൃഷ്ണ ഹോട്ടൽ എന്തോ സദ്യക്കുള്ള ഹോട്ടലാണ് സദ്യ. അപ്പൊ പൊതുവെ മാളുവിന് വെജിറ്റേറിയൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സദ്യ പോവാണ്. അങ്ങനെ അവിടുത്തെ ഫുഡ് ഇത് വെജിറ്റേറിയൻ ഹോട്ടലല്ല, സാധാ ഒരു ഹോട്ടലാണ്. അവിടെ എന്നും ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോഴേ നല്ല അടിപൊളി മീൻകറി ഉണ്ടാവും, സാമ്പാർ ഉണ്ടാവും, പരിപ്പ് കറി ഉണ്ടാവും, പല കറികളുണ്ടാവും. ഒക്കെ നമ്മളെ പോലത്തെ ചേച്ചികളന്മാരുണ്ടാക്കുന്നതാണ്. അപ്പൊ അങ്ങനെ അവിടുന്ന് കഴിക്കുമ്പോ കൊണ്ടുവരൽ എന്താ അറിയോ, ഒരു സാസറില് നമ്മളെ ഇത്ര കൊഴപ്പുള്ള ഒരു സാസർ ഉണ്ടാവും. അതിൽ നിറയെ ബത്തൽ ഫ്രീ. 30 ഉള്ളൂ ബത്തൽ ഫ്രീ. കാണുമ്പോ തന്നെ നമുക്ക് തിന്നാൻ തോന്നും, അത്രയും ഡ്രൈ ആയിക്കാണ് സ്മെല്ലും. അത് തിന്നാന്ന് മുതലാണ് നമ്മള് തിന്നുമ്പോ തന്നെ നമ്മളിങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഫുഡ് ഇഷ്ടപ്പെടുന്ന പോലെ കഴിച്ച് നോക്കുന്നത് എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇട്ടിട്ടുണ്ടൊക്കെ ഇങ്ങനെ നമുക്ക് നോക്കാൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. ഇങ്ങനെ നോക്കുമ്പോൾ കരിവേപ്പിൻ്റെ ജീരകമുണ്ട്, കോൺഫ്ലോർ ഉണ്ട്. ഞങ്ങൾ രണ്ടാം കൂടി ഒന്നെടുത്തില്ലേ, ഒറ്റ പ്ലേറ്റ് മതി. ഫുള്ള് ചോറ് ഇത്രക്കും ടേസ്റ്റ്. അപ്പൊ അന്ന് അതിന്റെ ശേഷം ഞാൻ എന്ത് ചെയ്യും, പത്രം കൊണ്ടുവരുമ്പോഴൊക്കെ കോൺഫ്ലോർ ഇട്ട് പൊരിച്ചു തുടങ്ങും. പിന്നെ ഇവർക്കൊക്കെ ഏറ്റവും ഇഷ്ടമാണ്. ഇതിപ്പോ ഞാനിപ്പോ ഇത് പൊരിച്ച് എടുത്തച്ചില്ലേ, ചോറ്റ് കൂട്ടാനാകുമ്പോൾ ഇതിന് ഭാഗം അരഭാഗം കഴിക്കും. അതായത് കുട്ടിമോനായാലും മുന്നോ ആയാലും കൊണ്ടുവന്ന് കണ്ട് വെക്കും. കുട്ടികളില്ലേ പഴം പൊരിച്ചാലൊക്കെ കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുവന്ന് കണ്ട് മുന്നിൽ വെക്കും. ആൾക്ക് ഭയങ്കര ശുഭരീതം മീനൊന്നും ആൾക്ക് പറ്റൂല. ഇനി ഈ വെത്തളിനെ സാധാ നോർമൽ ടൈപ്പിൽ ഉണ്ടാക്കി അതും ആൾക്ക് പറ്റില്ല. എന്നുവെച്ചാല് എന്താണ് ഇതിപ്പോ പകുതി ഇനിയിപ്പോ ഞാൻ പൊരിച്ച് രണ്ടാമത്തെ ഭാഗം ഇട്ട് കഴിഞ്ഞാൽ അത് അരഭാഗം കഴിഞ്ഞിട്ടുണ്ടാവും. അതൊന്ന് മെയിൻ ഞാന് പൊന്നു ഭയങ്കര ടേസ്റ്റാണ്. ബത്തള് മാത്രം കൂട്ടാ, എല്ലാ മീനും ബത്തള് കൊടുന്ന അത്ര അങ്ങനെ പൊരിച്ചു. അപ്പൊ നിങ്ങള് തീർച്ചയായിട്ടും ഒരു ദിവസം ഉണ്ടാക്കിക്കാണ്ട് അവിടുന്ന് വെച്ചാല് പിന്നെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് നമ്മൾ ചുളിവിലൊക്കെ കഴിച്ചിരുന്നില്ലേ അല്ലേ? ഇവിടെ അവിടെ ചാടി പോകുന്നതൊക്കെ നഴ്സുമാരെ കണ്ണു വെട്ടിച്ച് കൈമ ഈ ഗ്ലൂക്കോസ് ഇതൊക്കെ ഉണ്ടാവും. ഹോസ്പിറ്റലിന്റെ ബാഗ് കൂടി ചാടിയിട്ട് ചായ അടിച്ചാൻ പോകും. മറക്കാൻ പറ്റാത്ത ഓരോ പറ്റാത്തൊരു അനുഭവമാണ്. ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ എന്താ പോകുന്നത്, ആളുകൾക്ക് അതിൻ്റെ ഉള്ളിൽ പ്രവേശനം ഇല്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ നടക്കില്ലേ, പ്രസവിക്കാനും വേണ്ടി ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ നേരെ ഓട്ടുമ്പോ കിടക്കും. എന്നിട്ട് അവിടെ നിന്ന് ആ നഴ്സുമാരെ അവിടെ നിന്നാണ് ഇങ്ങനെ അങ്ങനെ ഓൽക്ക് അറിയാം ചാട്. അപ്പൊ ഓല് അതിന്റെ മേലെ കള്ളക്കളി എടുക്കാണ്ട് ഭയങ്കര രസമായിരുന്നു അന്ന്.
ഏതായാലും അപ്പൊ അങ്ങനെയാണ് ഈ ബത്തൽ ഫ്രൈ നമ്മൾ ചെയ്യുന്നത്. ഈ ബത്തൽ ഫ്രൈ ഉണ്ടാക്കാൻ കാരണം അങ്ങനെയാണെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാവരും നിർബന്ധം ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏതെങ്കിലും ദാദമാരൊക്കെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പോലെ ഒതുക്കാം അല്ലേ? അല്ല ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് ടേസ്റ്റ് ഉണ്ടല്ലോ, ഇതാരും ഉണ്ടാക്കി വെക്കും, ഉണ്ടാക്കി കൊടുത്തോളൂ. മക്കളാണെങ്കിലും മരക്കളാണെങ്കിലും അമ്മമാരെ ഇതാക്കാനും അല്ലേ, പുതിയ എല്ലാവർക്കും ഒരു ഉപകാരപ്പെട്ടു. അമ്മമാരും ഒതുക്കാം. അത്രക്ക് ടേസ്റ്റ്. ഇതിന്റെ മേലെ ആശ കറിവേപ്പിലൊക്കെ ഇട്ടാണ് നല്ല ഗാർണിഷ് ചെയ്ത് കുരുമുളക് പൊടിയിട്ടാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. കാരണം മുറു എന്ന് വെച്ചിട്ട് തിന്നാ മുറു പറഞ്ഞ തിന്നാ കേട്ടോ. പിന്നെന്താ രാവിലെ ചായക്കടിയിലും കൂട്ടാം. ദോശക്കൊക്കെ ഇങ്ങനെ അതിങ്ങനെ മാത്രം വേറൊന്നും ആവശ്യമില്ല. അപ്പോ ഈ പറഞ്ഞ മാതിരി മസാല കടിക്കുമ്പോൾ ടേസ്റ്റാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഏകദേശം സാധനം ആക്കിയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. കണ്ടില്ല ഞങ്ങള് ബത്തൽ ഫ്രൈ കണ്ടില്ലേ? അപ്പൊ ഇനി ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടിയാണല്ലേ? വേറെന്താ നമ്മൾ കഴിക്കാനുള്ള പരിപാടി? ഇപ്പൊ വരാം. ഇന്നത്തെ കറി ഇന്നലത്തെ തക്കാളി കറിയാണ്. ഞങ്ങൾ ഉണ്ടാവുള്ളൂ. കുട്ടിമോൻ കല്യാണത്തിന് കഴിക്കണേ. പിന്നെ പൊന്നൊരു മനുഷ്യനിലേക്ക് കൂട്ടാൻ പറ്റൂല. പൊന്നു ചോദിച്ചിനോടെ ഇപ്പൊ ഇന്നത്തെ കറി എന്താന്ന് ചോദിച്ചു. ഉമ്മ എന്താ കറി ഉണ്ടാവും, ഇന്നത്തെ കറി എന്താ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലത്തെ നമ്മുടെ തക്കാളി കറിയാണ് തന്നെ. അപ്പൊ മോൻ പറയണ എന്നോട് അങ്ങനെയാണ് എനിക്ക് അല്ല അങ്ങനെയാണ് എനിക്ക് ഇന്നത്തെ കറി എത്തിയായിരുന്നു. എനിക്ക് ഇന്നത്തെ കറി. ഞാൻ പറഞ്ഞു ഇന്നത്തെ കറി നാളെ വാന്ന് കേട്ടോ. അവന് ഞാൻ പറഞ്ഞെന്താ അറിയോ, ഈ റോഡ് ഇത് നമ്മളെ മുറ്റത്തേക്ക് കണ്ട് വണ്ടിക്ക് കൊണ്ട് വരാൻ പറ്റില്ലല്ലോ. മെയിൻ റോട്ടുമ്പോ കൂടെ അല്ലേ വണ്ടി പോക്ക്. ഇനി നമ്മള് അവിടെ വീടെടുത്താല് ഈ വണ്ടി ഇതാ പച്ചമാങ്ങ പോകാൻ വണ്ടി മുന്നിൽ കൂടെ പോക്ക്. നല്ല അടിച്ചോണ്ടി പൈസ കയ്യിൽ തന്നോളി. അത് ഞാൻ എന്തെങ്കിലും വഴി കാണുമോട്ടെ ഇൻഷാല്ലാ. അത് ഞാൻ ചിന്തിക്കലുണ്ട്. ഇവിടുന്ന് മെയിൻ റോട്ടുമ്പോ ഇങ്ങോട്ട് ചെറിയ റോട്ടോ ഇങ്ങോട്ട് വരണ. അപ്പൊ ഈ പച്ചമാങ്ങ വണ്ടിക്ക് വിളിച്ചു പോകുമ്പോള് ആണ്ട് പോണ്ടേ, പോവില്ല, ആ വണ്ടി ഇങ്ങോട്ട് വരൂല. അപ്പൊ ഇതിപ്പോ നമ്മൾ നാളെ സ്ഥലം കാണാൻ ഇതിന് മുന്നിൽ കൂടി ഇങ്ങനെ പച്ചക്കറി വണ്ടി മുക്ക് ഇങ്ങനെ പോകണ്ടേ, നല്ല സുഖ. സ്വാദിഷ്ടമായ അപ്പൊ ഇത് പൊരിച്ച് ഇനി ഇത് ബാക്കിയുണ്ട്. ഇത് ഞാൻ ഇപ്പൊ പൊരിച്ചൂല. എന്താ വെച്ചാല് ഇത്ര ആവശ്യമുള്ളൂ. വൈകുന്നേരം ബാവക്ക് കല്യാണം ഉണ്ട്, ഞാൻ പോവില്ല. ഞാൻ എന്നോട് കാണരുത് കല്യാണത്തിന് കേട്ടാ. കണ്ട ബിരിയാണി ചെമ്പിന്റെ ചട്ടക്കം ഞാൻ പോരൂല. എനിക്കെന്തോ താല്പര്യമില്ല പോരാന്. അങ്ങനെ പറയരുത്. നല്ല കാര്യം പറയണേ. അപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം പൊരിച്ചാല് നാളെ കറി ചൂടാക്കാൻ പോട്ടെ. പോവാണ് ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ല. കറി ഒന്ന് ചൂടായിക്കട്ടെ. അപ്പൊ പൊന്നോനോട് പറഞ്ഞേ ഇന്നത്തെ എനിക്ക് നിർബന്ധം തന്നെ നാളെ പോവാന്ന് പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ അവന് മനസ്സിലായില്ലോ, അന്നായിക്കോട്ടെ പറഞ്ഞു. അല്ല ഇത്രയും കറി ഇവിടെ ഉണ്ടാക്കാണ്, എന്തിനാണ് വേറെ കറി ഉണ്ടാക്കുന്നത്? അത് നല്ല അടിപൊളി കറിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ വീഡിയോ എടുക്കണോണ്ടാണ്, അല്ലെ ഇപ്പൊ തിന്നല് കഴിഞ്ഞു. ഇതണ്ട ഈ സാധനങ്ങൾ കണ്ടിട്ട് നിങ്ങള് നല്ല വെറുതെ തിന്നാം. നല്ല കറുമുറിച്ച് നമ്മൾ ഇതൊക്കെ തിന്നുമ്പോ ചിപ്സൊക്കെ തിന്നുമ്പോലെ ടേസ്റ്റോ. നല്ല നേരേണ്ട ആവശ്യമില്ല. ഞാൻ മീൻ്റെ ചോയ മാറും. അപ്പൊ ഞാൻ ചോറ് വിളമ്പാൻ പോകണം. ഞാനാണ് വിളമ്പല്. എന്താ വെച്ചാല് ഇനി ക്യാമറന്റെ കയ്യിലായതുകൊണ്ട് ഞാൻ ചോറ് വിളമ്പാൻ പോകട്ടാ. ചോറ് വിളമ്പണം, പണി പാവാക്കണം. ഞാൻ വിളമ്പില്ല. ഞാനാണ് വിളമ്പല്. ഞാനാണ് അമ്മായിമ്മ ഇവിടെ അല്ലേ? ഇവിടെ അമ്മായിമ്മ ഇല്ലാത്തോണ്ട് ഞാനാണ് സാധനം ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കി ചെന്തായിരിക്കും. ഇതൊക്കെ ഉണ്ടാക്കിച്ചാൽ ഇവിടെ കുളിക്കാൻ പോകും. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരുമ്പോ ടേബിളില് ഫുഡ് റെഡി ആയിക്കാരം. ഞാൻ ഉണ്ടാക്കണ ഞാൻ ബാക്കിയൊക്കെ ഞാൻ ചെയ്യും അല്ലേ? അപ്പൊ ഫുഡൊക്കെ ഇവിടെ കൊടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഐറ്റംസ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഞെട്ടും. അത്രയും ഐറ്റംസുകളുണ്ട്. കുളി ഞാൻ അപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞ തക്കാളി കറി. ഇതേ ഉള്ളൂ. അൽഹംദുലില്ലാ. ഇതന്നെ വലിയ ഹയറാണ് അല്ലേ? ചീരന്റെ തണ്ടുണ്ട്. ഞാൻ ചീരൻ ഇല എടുത്തുകൊണ്ട് കുറച്ച് ഇലയും തണ്ടും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നാളെ ആ ചീരത്തണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. ഇന്ന് ഉണ്ടാക്കണം വിചാരിച്ചത് നേരം കിട്ടിയില്ല. നേരം വൈകുന്നു ഫുഡ് ഉണ്ടാക്കാനൊക്കെ. 3 മണിയായിപ്പോ. അപ്പൊ ഞങ്ങൾ ഇരിക്കാൻ പോണേ. ഇനിയിപ്പോ ഒരു വഴിക്ക് പോവാണ്ട് ഇൻഷാ അല്ലാ. അതെ ഞാൻ ചോറാണ് വേണേ. എന്റെ ഇതാ
മാളെ ഞാൻ വിളമ്പി കൊടുത്തിട്ട് അപ്പൊ അവൾ വീഡിയോ ഓഫാക്കി ഞാൻ വിളമ്പിക്കൊണ്ടേ ഞാനാ വിളമ്പണെന്നുള്ള ക്രെഡിറ്റ് എടുക്കണ്ടായിരുന്നു. ഇല്ല വെറുതെ പറയണ അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങള് കഴിക്കണിഞ്ഞ് നോക്ക് എനിക്ക് വത്തൽ ഇഷ്ടല്ല. ഞങ്ങൾക്ക് തക്കാളി ഇതൊന്നും ഇഷ്ടല്ല. നീര് തക്കാളി ഇഷ്ടല്ല. തക്കാളി കറിയിൽ തക്കാളി അരച്ചു വയ്ക്കണം ഞാൻ. അപ്പൊ എങ്ങനെയുണ്ട് നോക്കാനും നമ്മള് ഇടക്കിടക്ക് ഉണ്ടാക്കുന്നുണ്ട്. കാണിക്കാൻ എങ്ങനെയുണ്ടെന്നല്ല തിന്ന് കഴിഞ്ഞ് ഇതാ സാധനം കഴിഞ്ഞ് ഇതിന്റെ ചോട്ട് പൊന്നു വെച്ചുണ്ടാക്കും. ഇന്നലത്തെ കറി, ഇന്നത്തെ മീന്. തക്കാളി കറി നമ്മളെ പണ്ടത്തെ ഒരു കറിയായിരുന്നു കേട്ടോ. എല്ലായിടത്തും ഉണ്ടാവും വിചാരിക്കണേ. പണ്ടത്തെ എനിക്കിത് പെട്ടെന്ന് ഓർമ്മയില്ല. എന്താ അറിയോ ഈ കറി? അല്ല, ഞാൻ നമ്മളെ വീട്ടിൽ നിന്ന് കൂടുതൽ തേങ്ങ അരച്ച കറി കഴിച്ചിട്ടില്ല. തേങ്ങ നമുക്ക് ഉണ്ടായതിലൊന്ന് പിന്നെ തേങ്ങ അരക്കാറില്ല. അപ്പോ ചെറുപ്പത്തില് ഞാനും എന്റെ അനിയനൊക്കെ എത്തിമക്കളായിരുന്നു. അപ്പൊ ഇന്ന് തന്നെ ആവുന്ന എത്തിമക്കൾ ഇതിന് പ്രത്യേകം വേണ്ടിയൊന്നും ആളുകൾക്കില്ല. പഴയ കാലത്ത് തന്നെ എത്തിമക്കൾക്ക് ഒരു ഭയങ്കര പരിഗണന ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ എല്ലാവരെയും കുറ്റം പറയല്ല കേട്ടോ. അന്ന് അങ്ങനെ ഒന്നും കാണില്ല ആൾക്കാര്. ഏതായാലും എത്തിമക്കളാക്കാതിരിക്കട്ടെ ഏത് മക്കളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എത്തിമക്കളെ നിന്ന് ഞങ്ങൾ ഓരോ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വിളിക്കും. അവര് നേർച്ച നടന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ഉച്ചകത്തെ ഫുഡ് തരാന് കൂടുതൽ വിളിക്കും. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് വീടുകളുണ്ട് സ്ഥിരം എപ്പോഴും ഇങ്ങനെ വിളിച്ചിരുന്നു. ആ വീട്ടിൽ നിന്ന് അൽഹംദുലില്ലാ ആ ഉമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ആ ഉമ്മ എപ്പോഴും ഞങ്ങൾക്ക് തന്നിരുന്നത് ഇതുപോലുള്ള കറിയാണ് കൂടുതൽ. ആ ഒരു ടേസ്റ്റും അന്നത്തെ ഓർമ്മകൾ കൊണ്ട് വരികയാണ്. ഏതായാലും ആ ഉമ്മാന്റെ കവർ വിശാലമാക്കി കൊടുക്കട്ടെ. എത്തിമക്കൾ തിന്നാൻ കൊടുത്തോലും ആരും കുഴങ്ങൂല. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങള് തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കോണ്ടി. എന്താണ് ഇപ്പൊ കല്യാണം കഴിച്ച് ചെന്ന കുട്ടികളുണ്ടാവൂലേ, അമ്മായിമാരെ കയ്യിലെടുക്ക, പിന്നെ ഭർത്താക്കന്മാരെ കയ്യിലെടുക്ക അല്ലേ. പാവപ്പെട്ട ഭർത്താക്കന്മാരെ കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴാ പാവം? ആവശ്യം എന്ന് വെച്ചാല് ചില ഗുണ്ട ഭർത്താക്കന്മാരുണ്ടാവില്ല. എവിടെ കൊണ്ടടി അങ്ങനത്തെ കൂടുതൽ നല്ല കൂടുതൽ നല്ല ഭർത്താക്കന്മാർ, നല്ല ഭർത്താക്കന്മാർ, നല്ല ഭാര്യമാർ, നല്ല ഫാമിലി ആയിട്ട് കഴിയാനുള്ള ഉണ്ടാക്കാത്തോല് ഉണ്ടാക്കി വെക്കൊണ്ടിട്ട്. ഞങ്ങൾക്ക് ഉണ്ടാക്കണോലുണ്ടാവും. ഉണ്ടാക്കണോല് ഞങ്ങൾ ഇത് ഉണ്ടാക്കലുണ്ടെന്നല്ലോ. ഉണ്ടാക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അറിയാത്തോല്. അപ്പൊ അറിയാത്തോല് ഉണ്ടാക്കി വെക്കുക. പിന്നെ അപ്പൊ അത്ര എളുപ്പമുള്ളൂ. പറയണ്ട ഇതിനെ കുറിച്ച്. എനിക്കിഷ്ടം സംഭവം എന്താ വെച്ചാൽ ആള് ചെറിയ ഒരു ദേഷ്യത്തിനുണ്ട്. ഞാൻ ടാബ് ഇങ്ങനെ കണ്ടോണ്ട് ഞാൻ പിന്നെ വിളിച്ച്. പിന്നെ ആൾ ഷർട്ട് ഇട്ടില്ല. അപ്പൊ ഷർട്ട് ഇടാൻ പറഞ്ഞോണ്ടും വിളിച്ച്. അപ്പൊ ഞാൻ നമ്മുടെ നായരായിട്ട് വിജു മാത്രമേ ഉള്ളൂ ഇവിടെ ഷർട്ട് ഇടാത്തെന്നൊക്കെ പറഞ്ഞു വയക്കല്ല തമാശ പറഞ്ഞപ്പോ ചെറുതായാലും പോ ഇങ്ങനെ അപ്പൊ അതാണ് ഇപ്പൊ ഉള്ളത്. ആളിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആള് നല്ലൊരു മനസ്സിലുള്ള ആളാണ്. നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാണ്. നല്ല സ്നേഹമാണ് ആൾക്ക്. ഡ്രൈവിംഗ് അടിച്ചാൽ പോരാ. അപ്പൊ ഇത്രയുള്ള വീഡിയോ അല്ലേ? അപ്പൊ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. നഷ്ടം വരൂല. വീഡിയോ ഷെയർ ചെയ്തിട്ട് കൂടി. അപ്പൊ എല്ലാവർക്കും ബൈ. ചോറിന്റെ കൈ കൊണ്ട് ഹായ് ബൈ.